കരുനാഗപ്പള്ളി കൊലപാതകത്തിലെ മുഖ്യപ്രതി അലുവ അതുലിന്റെ വീട്ടിൽ നിന്ന് എയർ പിസ്റ്റൾ കണ്ടെത്തി. മഴു, വെട്ടുകത്തി തുടങ്ങിയ ആയുധങ്ങളും കണ്ടെടുത്തു. കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിലാണ് തോക്കും മാരകായുധങ്ങളും കണ്ടെത്തിയത്. 24 ബിഗ് ബ്രേക്ക്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെയാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? കീർത്തന, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നമുക്ക് മുമ്പിലേക്ക് എത്തുന്ന ഈ വാർത്തകൾ അതീവ ഞെട്ടിക്കുന്നതാണ്, അതീവ ഭയപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരുനാഗപ്പള്ളി ജിം സന്തോഷിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളടക്കം ഇപ്പോഴുള്ളത്. കരുനാഗപ്പള്ളിയിൽ ഇന്നലെ അടക്കം നടത്തിയ പരിശോധന, അത് പങ്കജിന്റെയും അലുവ അതുൽ, അതുപോലെ തന്നെ ഈ കേസിലെ പ്രതികളായ മറ്റു പലരുടെയും വീടുകളിലാണ് പോലീസിന്റെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് അലുവ അതുലിന്റെ വീട്ടിൽ നിന്ന് പിസ്റ്റൾ, എയർ പിസ്റ്റൾ അടക്കം കണ്ടെത്തിയിട്ടുള്ളത്. അലുവ അതുലിന്റെ വീട്ടിൽ നിന്ന് മഴുവും വെട്ടുകത്തിയും കണ്ടെത്തിയതായി പോലീസിന്റെ രേഖകളിൽ വിവരിക്കുന്നുണ്ട്. ഈ മാരകായുധങ്ങളടക്കം അലുവ അതുൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. മറ്റു പ്രതികളുടെ വീട്ടിൽ നിന്ന് തോട്ടയുണ്ടാക്കുന്ന ഉപകരണങ്ങളും തോട്ടയ്ക്ക് ആവശ്യമായ സാമഗ്രികളടക്കവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസാണ് ഇത് സംബന്ധിച്ച പരിശോധന പ്രതികളുടെ വീട്ടിലടക്കം നടത്തിയത്. ഈ പരിശോധനയിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾ, അതായത് ഈ ഗുണ്ടാ സംഘങ്ങളുടെ കൂടുതൽ തെളിവുകൾ, ആ ഗുണ്ടാ സംഘങ്ങളുടെ എത്രത്തോളം അവർക്ക് കരുത്തുണ്ട്, അവർ എന്നും വേണ്ടി ആയുധങ്ങൾ ശേഖരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഇതുവരെ അലുവ അതുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ആലുവയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും നിലവിൽ അലുവ അതുലിന്റെ പിന്നാലെയാണ് ഈ പോലീസ് സംഘമുള്ളത്. ഇതിനിടയിലാണ് വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ തോക്കും മഴുവും വെട്ടുകത്തിയും അടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഇയാൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് അത് വളരെ പ്രധാനമാണല്ലോ. എന്തായാലും ഒരു കാര്യം നിർണായകമാണ്, ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച സ്ഥിതിക്ക് വിധ്വംസക പ്രവർത്തനങ്ങൾ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതാണ് എന്നുള്ളതിൽ കൊണ്ട് തന്നെ ഇത് നിർണായകമാണ്. പക്ഷെ അതിനപ്പുറമായി ഇയാൾ എവിടെയാണ് എന്ന് ട്രേസ് ചെയ്യാനായിട്ടുണ്ടോ? ക്രിസ്റ്റിന, ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പേടിപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. 68 അംഗ സംഘം, അത് വയനകം സംഘം എന്നറിയപ്പെടുന്ന കൊട്ടേഷൻ സംഘം, ഈ ഗുണ്ടാ സംഘം, അത് 68 പേരുടെ വലിയ സംഘമാണ് എന്ന വിവരമാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധന വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും തങ്ങൾ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, ഒരാളെ പിടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിവേഗം ചോരുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. നിലവിൽ പ്രതികൾ ആരുടെ സഹായം തേടിയിട്ടുണ്ടോ അവരെ എല്ലാം കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പോകുന്നത്. അതുപോലെ തന്നെ മുൻപ് ഈ കേസിൽ പ്രതികൾ പല കേസുകളിലടക്കം ജയിലിൽ കഴിഞ്ഞിട്ടുള്ളവരാണ്. ആ സമയത്ത് നിരവധി കുപ്രസിദ്ധ ഗുണ്ടകളുമായി അടക്കം വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഗുണ്ടകളുമായി അടക്കമുള്ള ബന്ധങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് അവരുടെ സഹായം അടക്കം ഇതിൽ ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലും പോലീസ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 3-4 ദിവസമായി ഉറക്കമില്ലാത്ത അക്ഷീണമായ പ്രയത്നം അവർ നടത്തുന്നുണ്ട്. ഈ പ്രയത്നത്തിനൊടുവിലാണ് ഇത്രയുമധികം പ്രതികളെ, ഈ കേസുമായി ബന്ധപ്പെട്ട 4ലധികം പ്രതികളെ കണ്ടെത്താൻ പോലും കഴിഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരനും മുഖ്യ പങ്കാളിയും ഈ കേസിൽ നേരിട്ട് കൃത്യം നിർവഹിച്ചിട്ടുള്ള ആളുമായ അലുവ അതുൽ, അയാൾ എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരത്തിലേക്ക് പോലീസിന് കണ്ടെത്താൻ കഴിയാതെ പോകുന്ന അയാളുടെ ബന്ധങ്ങളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും അയാൾക്കായി സംസ്ഥാനത്തെമ്പാടുമുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് മാരകായുധങ്ങൾ ഈ പ്രതികൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിട്ടുള്ളത്. ശരി, അരുൺ രാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ ചോദ്യം തന്നെയാണ് നിൽക്കുന്നത്. ഇത്ര ശക്തമായ തെളിവുകളുണ്ട്, ഇത്ര ഊർജിതമായിട്ട് അന്വേഷണം നടക്കുന്നു, പക്ഷേ ഈ അലുവ അതുലിനെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്ക് ഇതിനു മാത്രം പിടിപാടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആലുവയിൽ എത്തിയപ്പോൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി, പക്ഷെ ഇയാൾ കടന്നു കളഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ മറ്റ് ഗുണ്ടാ നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നിരുന്നു, ഈ അലുവ അതുൽ എന്ന് പറയുന്ന ആള്. അപ്പോൾ തീർച്ചയായിട്ടും ആരുടെയൊക്കെയോ സഹായം അയാൾക്ക് കിട്ടുന്നുണ്ടോ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മാറി മാറി സഞ്ചരിക്കാനൊക്കെ സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു പരിശോധന ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടേണ്ടത് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി കൂടിയാണ്, അല്ലേ? കേരളത്തിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അലുവ എന്തിന് ആലുവയിൽ എത്തിയെന്ന ചോദ്യം ഉയർന്നുണ്ട്. നമ്മുടെ ആശ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഗുണ്ടകളുടെ ഒക്കെ പേര് കേൾക്കാൻ നല്ല രസമുണ്ട്, ഇവന്മാർക്കൊക്കെ ആരാണോ പേരിടുന്നത് എന്റെ പൊന്നു എന്ന്. കാരണം ഈ പറയുന്ന അവര് വട്ടപ്പേരെന്നല്ലേ പറയുന്നത്, വട്ടപ്പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലേ, അങ്ങനെ ഒരു പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്.